ഒരുപാട് സമയമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ട് ഈ മഴയിൽ തണുപ്പിൽ വീട്ടിലെ പല പണികളും ഉപേക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അവാർഡ് വാങ്ങിയിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള കുട്ടികൾ, അവരെ കാണാൻ അവസരം കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം. നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? വലിയ ആളുകളാകാൻ, നല്ല മനസ്സിൻ്റെ ഉടമകളാകാൻ, നമുക്ക് മാതൃദേവോ ഭവ, അമ്മയെ ഈശ്വരനായിട്ട് കാണാൻ, പിതൃദേവോ ഭവ, അച്ഛനെ ദൈവമായിട്ട് കാണാൻ, ആചാര്യൻ ആരാണ്? ഗുരുനാഥൻ. ക്ലാസ് മുറികളിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെ ഈശ്വരനായിട്ട് കാണാൻ, ആചാര്യദേവോ ഭവ. നമ്മുടെ വീട്ടിലേക്ക് ഡേറ്റ് നോക്കാതെ, സമയം നോക്കാതെ, സന്ദർഭം നോക്കാതെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു കഴിവുമില്ലാത്ത, കുറച്ച് ഭക്ഷണം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ യാചകന്റെ രൂപത്തിലായിരിക്കാം ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയുള്ളവരെ ആരായി കാണണമെന്നാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചിട്ടുള്ളത്? അവരെ അതിഥികൾ ആയി കാണണം. തിഥി നോക്കാതെ കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും അതിഥിയായിട്ട് കാണണം. ആ അതിഥി ആരായിരിക്കണം? ഈശ്വരനായിരിക്കണം എന്ന് പഠിപ്പിച്ചവരുടെ നാടാണ് നമ്മുടെ ഭാരതം. എന്നാൽ ഇന്ന് വിദ്യാർത്ഥിനികൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ? അധ്യാപകന്മാരും അധ്യാപികമാരും ഈശ്വരന്മാരെ പോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഇത് ചില ആളുകൾ പറയും, ഇത് ത്രേതായുഗമല്ല, ഇത് ദ്വാപരയുഗമല്ല, ഇതെന്താണ്? സത്യയുഗമല്ല, ഇത് കലിയുഗമാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ലഹരി മരുന്ന് വിൽപ്പനയ്ക്ക് പോകുന്ന നാടായി കേരളം അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് രക്ഷ നേടാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല. നമ്മൾ എന്താകണം? വൈകുന്നേരം 5 മണി മുതൽ 10 മണി വരെ അമ്മ പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ സീരിയലിനെ കുറിച്ച് പറയാൻ പാടില്ല. കാരണം എന്താ? എത്രയോ സീരിയൽ നടന്മാർ, നടിമാർ അവരുടെ ഉപജീവന മാർഗവും ആളുകൾക്ക് രസിക്കാനുള്ള, സന്തോഷിക്കാനുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു വലിയ വ്യവസായമാണത്. ആ വ്യവസായത്തെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എനിക്ക് അടച്ചാക്ഷേപിക്കാനുള്ള അവകാശമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് അവകാശമുണ്ട്. എന്താണ്? സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമം ജപിച്ചാലേ ഭക്ഷണം കിട്ടൂ എന്ന് പറഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു, അല്ലേ? സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ചോറൊന്നും ഉണ്ടാവില്ല പാവപ്പെട്ട ആളുകൾക്ക്. എന്നാലും പറയും മേല് കഴുകി വരിക, എന്നിട്ടോ രാമനാമം ജപിക്കുക. മേല് കഴുകി വന്ന് രാമനാമം ജപിച്ചാലേ ഒരു തുള്ളി വെള്ളം തരൂ എന്ന് പറയുന്ന അച്ഛനമ്മമാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ജപിക്കാൻ പഠിച്ചു, നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചു, നമ്മൾ നല്ല നല്ല കഥകൾ കേൾക്കാൻ തുടങ്ങി. നമ്മുടെ ടീച്ചർമാർ നമ്മളോട് പറഞ്ഞു തന്നത് നിങ്ങൾ വലിയ ഡോക്ടറാകണം, നിങ്ങൾ വലിയ എഞ്ചിനീയർ ആകണം, നിങ്ങൾ കുറേ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കണം എന്നല്ല പഴയകാലത്തെ ടീച്ചർമാർ പറഞ്ഞത്. അവർ പറഞ്ഞു ശിബി ചക്രവർത്തിയെ പോലെയാകണം. ദാനത്തിനും ധർമ്മത്തിനും പേരുകേട്ട അതിപ്രഗത്ഭനായിട്ടുള്ള ഒരാളുടെ വേദനയും ധർമ്മത്തിന്റെ ച്യുതിയും അത് കണ്ടാൽ ചോദ്യം ചെയ്യുന്ന ശിബി ചക്രവർത്തിയെ പോലെയുള്ള കുട്ടികൾ ഈ നാടിൽ ഉണ്ടാകണമെന്ന് എന്നെ 3ാം ക്ലാസ്സിൽ എൻ്റെ സരോജിനി ടീച്ചർ പഠിപ്പിച്ചു. അത് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും, അല്ലേ? അവർ പറയുന്ന കഥകൾ, അവർ പാടിത്തരുന്ന പാട്ടുകൾ എല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കും. ഇപ്പോൾ വലിയ വിഷയം കേരളത്തിൽ വേടന്റെ വിഷയമാണ്. അതായത് ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി, ആ കുട്ടി വളർന്നു വന്നപ്പോൾ ആ കുട്ടിക്ക് പലതരത്തിലുള്ള വേദനകൾ ഉണ്ടായി. അവന്റെ സമൂഹത്തിൽ നിന്ന് അവൻ ഒറ്റപ്പെടലുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്നാൽ ആ ഒറ്റപ്പെടലുകൾ ഉണ്ടായിട്ടുള്ള കുട്ടിയെ കൊണ്ട് കേരള ഗവൺമെന്റ് എന്ത് പാട്ടാണ് പാടിപ്പിക്കുന്നത്? കേരളത്തിന്റെ ഗവൺമെന്റ് പറയുകയാണ് നരേന്ദ്രമോദിക്കെതിരെ പാടണം. നരേന്ദ്രമോദി ആരാണ്? നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് വേടന്റെ
മനസ്സിലെ ചിന്തകൾ യാഥാർത്ഥ്യമായത്. എന്താണ്? ഉണ്ണാനില്ലാത്തവർക്ക്, നോക്കാൻ ആളില്ലാത്തവർക്ക് അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രാവർത്തികമാക്കിയ നരേന്ദ്രമോദി, കിടപ്പാടമില്ലാത്ത വേടൻ പറയുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീടുകൾ കൊടുക്കണമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി, എൻ്റെ അധികാര കാലഘട്ടത്തിൽ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി നല്ല മനുഷ്യനല്ലേ? നല്ല മനുഷ്യനായതുകൊണ്ടല്ലേ ഗ്രാമങ്ങളിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞു പെൺകുട്ടികൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പെൺകുഞ്ഞാണ് എന്നറിഞ്ഞാൽ ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംസ്കാരം പല ഗ്രാമങ്ങളിലും നിലനിന്നിരുന്നുവെന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമതി സ്മൃതി ഇറാനി അവരുടെ പ്രസംഗങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു കാലത്ത് നരേന്ദ്രമോദി പറഞ്ഞു, ഞാൻ അവരുടെ അപ്പൂപ്പനാകാം, ഞാൻ ആ കുട്ടികളുടെ മുത്തച്ഛനാകാം, എല്ലാ പെൺകുട്ടികളെയും ഞാൻ സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുകന്യ സമൃദ്ധി പദ്ധതി ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ആരാണ്? ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. അപ്പൊ വേടൻ എന്തിനു വേണ്ടിയാണ് പാടേണ്ടത്? ശരിക്ക് ഞാൻ വേടനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഒരമ്മയുടെ സ്നേഹത്തോടെ, ഒരു സഹോദരിയുടെ കരുതലോടെ വേടനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് വേടനോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണെന്നറിയുമോ? വേടൻ ഇന്ന് അനുഭവിക്കുന്ന വിശപ്പിനേക്കാൾ വലിയ വിശപ്പ് അനുഭവിച്ച ആളാണ് ഞാൻ. എനിക്ക് കൂലിപ്പണിക്ക് പോകുന്ന അമ്മയും അച്ഛനും വേടൻ പറയുന്ന തീക്ഷ്ണമായ സാഹചര്യങ്ങളിലൂടെ എത്രയോ ആളുകൾ കേരളത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് കടന്നു വന്നു. ആ കടന്നു വന്ന ആളുകൾക്ക് ആ വേദന മാത്രം ഓർത്തിരിക്കുകയല്ല വേണ്ടത്. എന്താ വേണ്ടത്? വേടന് പാട്ട് പാടാൻ വേദികൾ കിട്ടുന്നു, വേടന്റെ പോക്കറ്റിലേക്ക് പണം വരുന്നു. അപ്പൊ ആ മോൻ എന്താണ് ചിന്തിക്കേണ്ടത്? ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പാവപ്പെട്ടവരിലേക്ക് എങ്ങനെ ഇറങ്ങി ചെല്ലണം, അവരുടെ മനസ്സിനകത്ത് എങ്ങനെ നന്മയുണ്ടാക്കണം എന്നല്ലേ ശരിക്കും ചിന്തിക്കേണ്ടത്? ആ ചിന്ത ആ കുട്ടിയിൽ സന്നിവേശിപ്പിക്കേണ്ടതിന് പകരം ആ കുട്ടിയെ കൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ പാട്ടുപാടിക്കാൻ സാധിക്കുമോ എന്നാണ് കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ പരിശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത്, മോനെ നല്ല സംഗീതം കിട്ടിയിട്ടുണ്ട്, നല്ല പാട്ടുണ്ട്, നല്ല വരികൾ എഴുതാൻ അറിയാം. അപ്പൊ എന്തിനു വേണ്ടി എഴുതണം? നാടിന് വേണ്ടി, വീടിന് വേണ്ടി, നമ്മുടെ നല്ല ഭരണകൂടത്തിന് വേണ്ടിയാണ് പാടേണ്ടത് എന്നാണ് പറയുന്നത്. അത് ഇത്രയും കുട്ടികൾ ഇരിക്കുന്ന ഈ വേദിയിൽ കുറെ സമയം പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ശബ്ദവും കാലാവസ്ഥയും നമുക്ക് അനുകൂലമല്ല എന്നുള്ളത് കൊണ്ടും ഈ അവാർഡ് വാങ്ങിയ മക്കളിലേക്ക് ഓരോ അവാർഡും എത്തുന്നത് നിങ്ങളെ വലിയ വലിയ ആളുകളാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രാവണനെ ജപിക്കാൻ പറ്റില്ല. പറ്റുമോ? രാവണൻ എന്ന് പറയുന്ന കഥാപാത്രം അത് നെഗറ്റീവിന്റെ പര്യായമാണ്, രാമൻ പോസിറ്റീവിന്റെ പര്യായമാണ്. അപ്പോ കുട്ടികളിൽ എന്ത് ചിന്തയാണ് ഉണ്ടാക്കേണ്ടത്? ജനക മഹാരാജാവിന്റെ, ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എല്ലാം കിട്ടുമായി വേണ്ടി കാട്ടിലേക്ക് പുറപ്പെട്ടു. ഒരു വലിയ ലോകം രാമന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ ഈ സിംഹാസനം അങ്ങയുടെ കൈകളിലേക്ക് തരാം. ഒരു യുദ്ധം, ഒരു വാൾ, ഒരു മണിക്കൂർ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം, നിങ്ങൾക്ക് ഈ രാജകൊട്ടാരവും സിംഹാസനവും നിങ്ങൾക്ക് തരാം എന്നാണ് പറഞ്ഞത്. എന്നാൽ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, എന്താണ്? രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, മോനെ ലക്ഷ്മണ, ചക്ഷുശ്രവണഗർത്തമാം ഭക്ഷണത്തിന് അപേക്ഷിച്ചതുപോലെയാണ് മോനെ ഈ ജീവിതം. എന്താണ്? ഒരു പാമ്പിന്റെ വായ്ക്കകത്ത് പെട്ട ഒരു തവണ തനിക്ക് വിശക്കുന്നു എന്ന്
അച്ഛൻ്റെ രാമായണം, നമുക്ക് രാമായണം വായിച്ചാൽ അതിൽ മനസ്സിലാക്കാൻ സാധിക്കും അച്ഛനും മകനും തമ്മിലുള്ള ഭക്തിയുള്ള ഇഴചേർന്ന ഭക്തിയുള്ള ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. അച്ഛനെയും അമ്മയെയും നാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് കാട്ടിലേക്ക് പുറപ്പെട്ട രാമനോടൊപ്പം തൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിനോടൊപ്പം നടന്നു നീങ്ങുന്ന നമ്മുടെ സീതാദേവിയുടെ ചിത്രം. എവിടെയും സീത പറഞ്ഞിട്ടില്ല അച്ഛൻ തെറ്റുകാരനാണ് എന്ന്, രാമൻ തെറ്റുകാരനാണ് എന്ന് സീത എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മുടെ കാഴ്ചയിൽ മായാസീതയായിട്ട് ഏതെല്ലാം ഘട്ടങ്ങളിൽ സീതയെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വാൽമീകിയുടെ രാമായണത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകണം. ഇതെല്ലാം സംഭവിക്കുക എന്നുള്ളത് ഞാൻ ഇവിടെ വരണമെന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കണമെന്നും ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളുടെ ജോലിക്കാരി പ്രവർത്തിക്കണമെന്നുള്ളതും ഈ പ്രകൃതിയുടെ നിയോഗമാണ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത്. ഞാൻ ഇത്രയും നാളായി ഒരുപാട് തവണ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നു, ഞാൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് എനിക്ക് പാവപ്പെട്ടവരുടെ അരികിലേക്ക് ചെല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ് ഉത്തരവാദിത്വം? ഇവിടെ ഇരിക്കുന്നവരിൽ ടീച്ചറോ എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക. അവരുടെ കൃത്യനിർവഹണം പോലെ തന്നെ എൻ്റെ കൃത്യനിർവഹണം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ജനങ്ങൾ വിളിക്കുന്ന ഏതു പരിപാടിയിലും പങ്കെടുക്കുക, നല്ല കാര്യങ്ങൾ പറയുക. അപ്പൊ വേടനെ കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി. അവിടെ 2 പെൺകുട്ടികൾ, 15 വയസ്സും 17 വയസ്സും 19 വയസ്സുമുള്ള 2 പെൺകുട്ടികൾ കിടക്കാൻ കട്ടിലില്ലാതെ, പായില്ലാതെ, സൗകര്യമില്ലാതെ ഇതുപോലെയുള്ള ഒരു കുടിസുമുറിയിൽ ആ പെൺകുട്ടി ജീവിക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു. നമ്മുടെ ഗവൺമെന്റ്, കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം ഓപ്പറേഷൻ വേണമെങ്കിൽ 8 മാസം കഴിഞ്ഞ് ഓപ്പറേഷന് ഡേറ്റ് എഴുതി കൊടുക്കും. 8 മാസം ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമോ എന്ന് ഉറപ്പില്ല. ഒരു മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, മാഡം നിങ്ങൾ പ്രസംഗത്തിൽ എൻ്റെ പേര് പറയരുത്, പക്ഷേ മെഡിക്കൽ കോളേജുകളിൽ 6 മാസത്തിനകത്ത് സ്കാൻ ചെയ്യാൻ നിർവാഹമില്ലാതെ, MRI സ്കാൻ എടുക്കാൻ നിർവാഹമില്ലാതെ, ലാബ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ സാധിക്കാതെ പാവപ്പെട്ടവൻ പിടഞ്ഞു വീണ് മരിക്കുകയാണ് എന്ന് ഒരു മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് എന്നോട് പറയേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടായി. അങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ നിലനിൽക്കുന്നു. ആവശ്യത്തിന് മരുന്നില്ല, ഡോക്ടറില്ല, ഡോക്ടറുടെ അനുവാദത്തിന് നേഴ്സില്ല. അപ്പോ മരണപ്പെട്ടു പോയ SC വിഭാഗത്തിലെ 2 പെൺകുട്ടികൾക്ക് വേണ്ടി കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെതിരെയല്ലേ വേടൻ പാടേണ്ടത്? അല്ലേ? വീടില്ലാത്തവർക്ക് വേണ്ടിയല്ലേ വേടൻ പാടേണ്ടത്? കേരളത്തിൽ 1956 മുതൽ മാറി മാറി ഭരണകൂടങ്ങൾ കേരളത്തെ ഭരിച്ചിട്ടും എന്തേ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട SC ST വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ മന്ത്രിമാർക്ക് അവർ നല്ല ദന്തഗോപുരങ്ങളിൽ അവർ ജീവിക്കുന്നു, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ അവരെന്തുകൊണ്ട് അവരുടെ അരികിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല? ഇന്ത്യയുടെ നരേന്ദ്രമോദി പറഞ്ഞു, ഒരു ക്ലാസ് റൂമിനെ എങ്ങനെയാക്കണം? ഒരു നിയോജക മണ്ഡലത്തിൽ 1 കോടി രൂപയോളം കേന്ദ്രം തരുന്ന നല്ല സ്കൂളുകൾ ഉണ്ടാക്കണം, സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കണം. O രാജഗോപാൽ എന്ന് പറയുന്ന BJPയുടെ MLA നേമം നിയോജക മണ്ഡലത്തില് സമയത്തിന് മുൻപ് തന്നെ ആ പണം വാങ്ങിയിട്ട് ആ സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയെടുത്തു. ഒരൊറ്റ MLA പോലും ആ ടേബിള് സ്മാർട്ട് ക്ലാസ് റൂമുള്ള 1 കോടി രൂപയുടെ PM പദ്ധതി ഏറ്റെടുത്തില്ല. ഏറ്റെടുക്കണ്ടേ? പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്ന ഫണ്ടുകൾ വിനിയോഗിക്കണ്ടേ? ഞാൻ മക്കളിരിക്കുന്ന ഈ സദസ്സിൽ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ നല്ല വിദ്യാഭ്യാസം നേടിയ, നല്ല കഴിവ് തെളിയിച്ച മുഴുവൻ കുട്ടികൾക്കും ഞാൻ സ്നേഹവും ആദരവും പങ്കുവെച്ചുകൊണ്ട് മൈക്ക് കിട്ടിയാൽ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമായതുകൊണ്ട് ഇത് ദീർഘിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം. ലൈവ് കാണിച്ചാൽ
അടുത്തതായി ഉപഹാരങ്ങൾ കൊടുക്കുകയാണ്. പ്ലസ് ടുവിൽ പാസ്സായ കുട്ടികൾക്കും 10ാം ക്ലാസ്സായ കുട്ടികൾക്കും പേര് വിളിക്കുമ്പോൾ മുന്നോട്ട് വന്ന് വാങ്ങിക്കുന്നതാണ്. കണ്ട് നടക്കല്ലോ കണ്ടൂടാ വെള്ളം വീണു. കിട്ടൂല അതല്ലേ മക്കളെ മക്കളെ വിളിക്കുന്ന കാര്യം മുന്നിൽ മാറോട്ടോ മുന്നിൽ മാറോ മോനെ മോനെ സൈഡിൽ നിൽക്കും കയറുന്നത് കയറുന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ ടോട്ടല് പവിത്ര പവിത്ര അഭിഷേക് കീർത്തി
മോളെ 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 സൈഡിൽ നിൽക്കും. സുഫിയാൻ അക്ഷയ